ഒരുപാട് കാലം ഇവിടെ ജീവിക്കുവാനുള്ള ആയുസ് നൽകപ്പെടണം എന്നുള്ളത്. അങ്ങനെ ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ സാധ്യമാകണേ എന്നുള്ള പ്രാർത്ഥനയോ ആഗ്രഹമോ ഒന്നും ഒരു തെറ്റായ സംഗതിയൊന്നുമല്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, താങ്കളുടെ ഈ കൊച്ചു സേവകനായ അനസിന് വേണ്ടി നിങ്ങൾ നന്നായി ദുആ ചെയ്യണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹു എന്ന കുഞ്ഞിന് വേണ്ടി, മോന് വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു വഅതിൽ ഉംറഹു വഗ്ഫിർ ലഹു ദംബഹു എന്നായിരുന്നു. അല്ലാഹുവേ, അനസിന് നീ ധനം അധികരിപ്പിച്ചു കൊടുക്കണേ, സന്താനങ്ങളെ അധികരിപ്പിച്ചു കൊടുക്കണേ, ആയുഷ്കാലം അധികരിപ്പിച്ചു കൊടുക്കണേ, നീട്ടിക്കൊടുക്കണേ, പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇന്ന മിനസ് സആദ അൻ യതൂല തൂലുൽ അബ്ദ്, ഒരടിമക്ക് ആയുസ് ദീർഘമായി ലഭിക്കുക എന്നുള്ളത് ഒരു സൗഭാഗ്യം തന്നെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ. ഒരു സത്യവിശ്വാസിക്ക് അവന്റെ ആയുസ് നന്മയല്ലാതെ അധികരിപ്പിക്കുകയില്ല എന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആയിൽ, ദീർഘമായ ഒരു ദുആയിൽ നമുക്ക് കാണാൻ സാധിക്കും, വജഅലിൽ ഹയാത സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ. എൻ്റെ ജീവിതത്തെ നീ എനിക്ക് ആക്കി തരണേ, സിയാദത്തൻ ലീ ഫീ കുല്ലി ഖൈർ, ജീവിക്കുന്ന കാലം അത്രയും ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു കാലം നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് അവിടുത്തെ പ്രാർത്ഥനയുടെ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ആയുഷ്കാലം അത് വളരെയേറെ ചിന്തയോടെ, ശ്രദ്ധയോടെ ചെലവഴിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുന്നാസി ഖൈർ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നായിരുന്നു. ആർക്ക് ആയുസ് കുറെ ദീർഘം കിട്ടിയോ, കുറെ കാലം ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടിയവനാണ് ഭാഗ്യവാൻ. മാത്രം പോരാ, വഹസുന അമലുഹു, ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവനാരാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി മൻ ത്വാല ഉംറുഹു, ആയുസ് കുറെ കിട്ടിയവനാണ് ഏറ്റവും ഷർറായവൻ. പക്ഷേ വസാ അമലുഹു, അവൻ കിട്ടിയ ആയുഷ്കാലം മുഴുവനും തെമ്മാടിയായിട്ടാണ് ജീവിച്ചത്, തോന്നിവാസിയായിട്ടാണ് ജീവിച്ചത്. ആ നിലക്കുള്ള ജീവിതം കിട്ടിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമുക്ക് കിട്ടുന്ന ആയുഷ്കാലം ഏറെ പ്രയോജനപ്പെടുത്തുവാൻ ഉതകുന്ന വിധത്തിൽ ഉപയോഗിക്കുവാൻ പഠിക്കണം എന്നുള്ളതാണ്. അതിന് നല്ല കരുത്തുള്ള ഒരു മനസ്സും കരുത്തുള്ള ഒരു ശരീരവും ആവശ്യമാണ്. ശാരീരികമായും മാനസികമായും മനുഷ്യൻ തളർന്നാൽ ഇബാദത്തുകൾക്ക് ഉന്മേഷം ഉണ്ടാവുകയില്ല, കാര്യങ്ങൾക്ക് കൃത്യമായ നിലക്കുള്ള ഉത്സാഹം കാണില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന കാലം അത്രയും ആയുസ് കിട്ടേണ്ടത് ആരോഗ്യത്തോടൊപ്പമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ആഫിയത്തോടുകൂടിയുള്ള ആയുസ് തരണേ എന്നാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സ് വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, സുദീർഘമായൊരു പ്രാർത്ഥന നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുണ്ടാകും. അല്ലാഹുമ്മ മത്തിഅനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ മാ ഹയൈതനാ വജ്അൽഹുൽ വാരിസ മിന്നാ. വളരെ അർത്ഥവത്തായ ദുആ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സുഖം നൽകണേ, നീ ഞങ്ങൾക്ക് നല്ല സൗഖ്യം നൽകണേ. ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ, ഞങ്ങളുടെ കേൾവി ശക്തിക്ക്, ഞങ്ങളുടെ കാതുകൾക്ക്, കാഴ്ചശക്തി ഞങ്ങളുടെ കണ്ണുകൾക്ക്, വഖുവത്തിന മൊത്തം ബോഡിയുടെ ശക്തി, ഞങ്ങളുടെ ശാരീരികമായ ശക്തി, കേൾവി ശക്തി, കാഴ്ചശക്തി, ഇതൊക്കെ ഞങ്ങൾ മാഹിയൈതന, ജീവിച്ചിരിക്കുമ്പോഴൊക്കെ നിലനിർത്തി തരണം. ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജീവിതമല്ല, ഇതെല്ലാം നശിച്ചിട്ടുള്ള ഒരു ജീവിതമല്ല, ഇതൊക്കെ നിലനിർത്തി തരണം. ഏതുവരെ? മരിക്കുവോളം. അതാ അടുത്ത വാചകത്തിന്റെ ആശയം അതാണ്, വജ്അൽഹുൽ വാരിസ മിന്നാ, ഞങ്ങളിൽ നിന്നത് മറ്റുള്ളവർക്ക് അനന്തരമെടുക്കുന്ന വിധത്തിൽ നീ ആക്കണേ എന്ന് പറഞ്ഞാൽ അത് മരിച്ചാലും അവശേഷിക്കുന്ന വിധത്തിൽ, മരണം വരെ കണ്ണിനും കാതിനും ശരീരത്തിനൊന്നും പ്രശ്നം ഉണ്ടാവരുത് റബ്ബേ.